ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഞാനിന്ന് വന്നിരിക്കുന്നത് ഏറ്റവും ടേസ്റ്റിയും അതുപോലെ തന്നെ ഈസി ആയിട്ട് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റൈസും ചിക്കൻ കറി ആയിട്ടാണ്. അതിന് വേണ്ട സാധനങ്ങൾ സവാള, പട്ട, ഗ്രാമ്പു, ഏലക്ക, വലിയ ജീരകം, അതൊക്കെയാണ്. അതിൽ ആദ്യം നമുക്ക് റൈസ് എടുക്കാം. റൈസിനെ ഈ ഒരു പാത്രത്തിലാണ് നമ്മൾ റൈസ് എടുക്കുന്നത്. അപ്പം അതിലേക്ക് ഈ പാത്രം ഫുള്ളായിട്ട് റൈസ് അളന്നെടുക്കാം. അങ്ങനെ റൈസ് ഈ പാത്രം ഫുള്ളായി അളന്നതിന് ശേഷം നമുക്ക് വെള്ളം അളന്നെടുക്കണം. അതിനു വേണ്ടിയാണ് റൈസ് പാത്രത്തിൽ അളന്നെടുക്കുന്നത് കേട്ടോ. അങ്ങനെ അളന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഗ്യാസ് കത്തിക്കാം. ഒരു കുക്കർ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കണം. വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം ഈ എടുത്ത് വെച്ചിട്ടുള്ള സാധനങ്ങളൊക്കെ നമുക്ക് ഓരോന്നായിട്ട് ഇതിലേക്ക് ഇടണം. പട്ട, പൂവ്, ഏലക്ക, വലിയ ജീരകം, സവാള. ഇതെല്ലാം ഇട്ടതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇത് ഏറ്റവും ഈസി റെസിപ്പി ആട്ടോ. അതേപോലെ തന്നെ നല്ല ടേസ്റ്റാണ്. നമുക്ക് മടി പിടിച്ചിരിക്കുന്ന ദിവസങ്ങളിലൊക്കെ പെട്ടെന്നൊന്ന് തട്ടിക്കൂട്ടി ഉണ്ടാക്കാൻ പറ്റിയ സൂപ്പർ ഡിഷാണ്. അതിനുശേഷം ഇതിലേക്ക് നമുക്ക് അരി അളന്ന കപ്പിൽ വെള്ളം അളന്നൊഴിച്ച് കൊടുക്കാം. 1 കപ്പ് അരിക്ക് 2 കപ്പ് വെള്ളം എന്ന അളവിൽ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഇത് റേഷൻ അരി വെച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പം ആ അളവിൽ അങ്ങനെ ഒഴിച്ച് കൊടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് മഞ്ഞൾപ്പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, ആ ഒരു കളറിൻ്റെ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഉപ്പ്, റൈസിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഈ സമയത്താണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. ശേഷം അടുപ്പെടുത്തിട്ടൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം. വെള്ളം ഒന്ന് തിളച്ച് വരട്ടെ. വെള്ളം തിളച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് റൈസ് കഴുകിയിടാം. നന്നായി കഴുകിയ റൈസ് ഈ തിളച്ച വെള്ളത്തിലേക്ക് ഇടുക. ഇതിലേക്ക് നമുക്ക് വേണമെങ്കിൽ ക്യാരറ്റൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അങ്ങനെ അടച്ച് വെച്ചിട്ട് ഒരു 2-3 വിസിൽ വന്നാൽ റൈസ് സെറ്റായി. അതിലേക്ക് ആവശ്യമായിട്ടുള്ള കറി ഉണ്ടാക്കാം. 1 ഇഞ്ച് വെളുത്തുള്ളി ചതച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് സവാള അരിഞ്ഞിടുക. ഇത് കുറേ പാത്രവും അങ്ങനെയൊന്നും ആവശ്യമില്ല. നമുക്ക് ഒരു പാത്രത്തിലേക്ക് തന്നെ നമ്മൾ ഏറ്റവും ഈസി ആയിട്ട് ചെയ്തെടുക്കുന്നതാണല്ലോ. അപ്പം അതുകൊണ്ടാണ് ഈസി വേ കാണിക്കുന്നത് കേട്ടോ. സവാള അരിഞ്ഞിട്ടു. അതിലേക്ക് കറിവേപ്പില, പിന്നെ പൊട്ടാറ്റോ, കുറച്ച് വലിയ ജീരകം, കുറച്ച് 2 ഏലക്ക ചേർക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ഉലുവ. ഇതൊക്കെ ഒരു പാത്രത്തിൽ എടുത്ത് വെച്ചതിന് ശേഷം നമ്മൾ അടുപ്പ് കത്തിക്കുക. ഇതിലേക്കൊരു കുക്കർ വെച്ച് അതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. ആ വെളിച്ചെണ്ണയിലേക്ക് നമ്മൾ ഈ അരിഞ്ഞ് വെച്ച സാധനങ്ങളുണ്ടല്ലോ അതെല്ലാം കൂടി അങ്ങ് തട്ടിക്കൊടുക്കാം. അതിനുശേഷം ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കണം. നന്നായി വഴന്ന് വന്നതിന് ശേഷം നമ്മൾ
അതിലേക്ക് കുറച്ചുകൂടി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. കുറച്ച് വെളിച്ചെണ്ണ കുറവുണ്ടായിരുന്നു. മുളക് പൊടി ഒരു 3 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. 1 കിലോ ചിക്കനാണ്. 3 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ഇതെല്ലാം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിലേക്ക് ആവശ്യത്തിനായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിന് ശേഷമാണ് നമ്മൾ ടൊമാറ്റോ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 2 ടൊമാറ്റോ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. അതിന് ശേഷം ഒന്ന് അതിനുശേഷം നമ്മൾ ചിക്കൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് പെട്ടെന്ന് സിമ്പിളായി കഴിയും. ഇതിങ്ങനെ വീഡിയോയിൽ കാണുമ്പോൾ കുറച്ച് ലെങ്ത് ആയിട്ട് തോന്നുന്നതാണ്. ഇത് എത്രയും പെട്ടെന്ന് കഴിയുന്ന റെസിപ്പിയാണ്. ഇതിലേക്ക് നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുത്തു. വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് കറിവേപ്പിലിട്ട് എന്നിട്ട് കുക്കർ നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം. ഇത്രയുള്ള പണി. അടച്ച് വെച്ച് വിസിലിട്ട് വേവിക്കാം. അങ്ങനെ ഒരു കുക്കറിൽ റൈസും ഒരു കുക്കറിൽ കറിയും പെട്ടെന്ന് റെഡിയാവും. ഇതേ റൈസ് റെഡിയായി, അടിപൊളിയായി വന്നിട്ടുണ്ട് റൈസ്. നമുക്ക് വേണമെങ്കിൽ റൈസിൽ ബിരിയാണി മസാലയൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അങ്ങനെ തന്നെ നല്ല ടേസ്റ്റാണ്. വേണമെങ്കിൽ ബിരിയാണി മസാല ചേർക്കാം. അങ്ങനെ ഇതാ റൈസും കറിയും പപ്പടവും ഒക്കെ സെറ്റായിട്ടുണ്ട്. അങ്ങനെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി പെട്ടെന്ന് കഴിക്കാൻ പറ്റിയൊരു ഡിഷാണ്. അടിപൊളി ടേസ്റ്റാണ്. പെട്ടെന്നൊരു ഗസ്റ്റ് വന്നാൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയ ഡിഷാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.